അമ്മേ കറികളൊക്കെ അടിപൊളിയായിരുന്നാ. പിന്നെ ഇഷ്ടമാ. എത്ര നാളായി നമ്മുടെ കറികളൊക്കെ പോയിട്ട്. എന്ത് ടേസ്റ്റ് ആയിരുന്നു. ഓ മാങ്ങാച്ചാറക്കില്ലേ കിടും. അല്ല അടുത്ത ചുമ്മാ കേറിയതാണ്. എല്ലാ ദിവസവും അവളല്ലേ കയറണത്. നിനക്കാണെങ്കിലോ അവളുണ്ടാക്കണമൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചേ ഇന്ന് അവളെ കേട്ടണ്ട, എല്ലാം എനിക്ക് തന്നെ ചെയ്യാലാന്ന്. നിനക്കത് ഇഷ്ടപ്പെട്ടില്ല? പിന്നെ ഇഷ്ടപ്പെടുന്നു. വയറ് നിറച്ച് ഞാൻ ചോറുന്നു. സാധാരണ അവളുണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചോറ് തിന്നാറില്ല. എന്തെന്നാണ് കുറെ കഷ്ണങ്ങളൊക്കെ വെട്ടിക്കണ്ടിച്ച് ഇങ്ങോട്ട് തരും. ഇതില്ലേ അട്ടിപ്പൊളിയാണ്. ആ വീലക്കില്ലേ എന്റെ അമ്മ എത്ര നാളത്തെ ശേഷമാണ് ഞാൻ മനസ്സറിഞ്ഞ് ചോറുന്നത്. നീ വയറ് നിറച്ച് ഫുഡ് കഴിച്ചല്ല, അത് മതി. അല്ല ഞാനൊരു കാര്യം പറയട്ടെ, അവളിങ്ങേ അടുക്കളയിലേക്ക് കേട്ടണ്ട. അമ്മ പറഞ്ഞ നല്ല കാര്യമാണ്, നല്ല തീരുമാനവും. മനുഷ്യർക്ക് വായ്ക്കുറിച്ചുള്ള അതാ പറഞ്ഞു. മനുഷ്യന് വായ്ക്കുറിച്ചുള്ള നിന് കഴിക്കാന. അവളി ഉണ്ടാക്കി തന്നെ വെറുതെ മനുഷ്യന്റെ ശരീരം കിട്ടാവും. ഞാൻ ആഹാരം കഴിക്കണം പറഞ്ഞ ഒരു സാധനം ടേസ്റ്റ് വായ്ക്ക് രുചിക്കണ്ടാനോ വല്ല അറിയാം. ഒരു പപ്പടം മറക്കാൻ പറ്റുന്ന നേരെ ആളാണ് ഞാൻ. അതാണ് ഇന്ന് അവളോട് കേറണ്ടെന്ന് മനഃപൂർവ്വം പറഞ്ഞത്. എല്ലാം ഞാൻ തന്നെ ചെയ്യാലാന്ന് വെച്ച്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കാര്യമെല്ലാം നല്ല വൃത്തിയാക്കി നമുക്ക് തന്നെ അങ്ങോട്ട് ചെയ്യാം. അവക്കാണെങ്കിൽ ഒന്നും അറിയാൻ പാടില്ല. ഒരു മണ്ടി ഒരബദ്ധം പറ്റിപ്പോയി, കെട്ടിപ്പോയില്ലേ. ഇതൊന്നും ചെയ്യാനും പറ്റൂല, ഉപേക്ഷിക്കാൻ പറ്റോ അതും പറ്റൂല. ഇവിടെ നിക്കട്ടെ, നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ട് ചെയ്യാം. നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ നിന്റെ കാര്യങ്ങളൊക്കെ നീ ചെയ്യണം. ഇപ്പൊ നിന്റെ ഡ്രസ്സ് തേക്കാനും അതുപോലെ തന്നെ നിന്റെ ഓഫീസിലേക്ക് പോണ കാര്യങ്ങളെല്ലാം നീ അങ്ങോട്ട് ചെയ്യണം. കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇവിടുത്തെ കാര്യങ്ങളും ഞാനും ചെയ്യാം. അവളുടെ സഹായം എനിക്കും ചെയ്യാൻ പറ്റൂലേ? അവളെ കൊണ്ട് ഒന്നും ചെയ്യിക്കണ്ട. എനിക്കത് ഇങ്ങനെ താല്പര്യമൊന്നുമില്ല. പിന്നെ ഭാര്യ തന്നെ ആയി പോയില്ലേ എല്ലാരും മുമ്പിൽ. ആരെ കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഇപ്പൊ എന്തായാലും അമ്മ പറഞ്ഞാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ ഒരു കാര്യം ഞാൻ അവളെ കൊണ്ടിരിക്കില്ല. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റയ്ക്ക് കാണിച്ചറിയാൻ. അപ്പൊ അവൾ പഠിച്ചോളും. ശരിയാണ്. കുറേ കിടക്കട്ടെ. വയറ് ഫുള്ളായി പോയി. കിടക്കിടക്ക് തന്നെ കേട്ടോടാ. കിടക്ക്. സമയം പറയുന്ന തേക്കണ്ടേ? അയൺ ബോക്സ് കട്ടിങ്ങടിയാണ് വെച്ചാക്കണം. ഷർട്ട് ഈ ഷർട്ട് എടുക്കാം. നേരത്തെ പോകേണ്ടതാണ്. വൈകി കഴിഞ്ഞാൽ പിന്നെ മാനേജറുടെ വായിച്ചിട്ട് മൊത്തം കേൾക്കണം. അയ്യോ ഇതെല്ലാം ഓഫീസിൽ ഫയൽ കൊടുച്ച്. ദൈവമേ, ആ ഫയലിൽ ഞാൻ ഓടിക്കൂല. അതില്ല ഇനി കൊണ്ടുവന്നില്ലേ? കൊണ്ടുവന്നല്ല. ദൈവമേ, നേരത്തെ കൊണ്ടുവച്ച്. അയ്യോ ഷർട്ട്